ഹേ ഗായ്സ്, ഇന്ന് സൺഡേ അല്ലേ? അപ്പോൾ നമ്മൾ വെറൈറ്റിക്ക് കുറച്ച് കപ്പ ബിരിയാണിയും ബീഫ് റോസ്റ്റും ഗീ റൈസും ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയി ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ എടുത്തു. ഇത് രണ്ടും ഒരുമിച്ച് സെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓൾമോസ്റ്റ് ഒരേപോലെയാണ്, അപ്പം എളുപ്പമാണ്. ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് കരിയുവാണ്. എൻ്റെ കരച്ചിൽ സഹിക്കാൻ വയ്യാതെ അമ്മ ഒന്ന് ബാക്കി അരിഞ്ഞു തന്നു. ഫസ്റ്റ് നമുക്ക് ബീഫ് റോസ്റ്റിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ഇതിനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മീറ്റ് മസാല ഒക്കെ ഇട്ട് മല്ലിപ്പൊടിയും ഇട്ട് പിന്നെ നമ്മുടെ അര നാരങ്ങ നീരും പിഴിഞ്ഞൊഴിച്ചതിൻ്റെ കൂടെ ഒരു സവാള, ഒരു 25 നമ്പർ ഓഫ് കുഞ്ഞുള്ളീസ്, പിന്നെ കറിവേപ്പില, അരിഞ്ഞ തേങ്ങ ഇതൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കൊരു 5 to 6 വിസിൽസ് വേവിക്കണം. എന്നിട്ട് കപ്പ ബിരിയാണിയുടെ പ്രിപ്പറേഷൻ തന്നെ സൈഡ് ബൈ സൈഡ് 500 grams ഓഫ് ബീഫിൽ അതേപോലത്തെ മസാലകൾ തന്നെ ഇട്ട് അതും ഒരു 4 to 5 വിസിൽസ് വേകാൻ വേണ്ടി വയ്ക്കണം. ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ നിന്ന് കണ്ടുപിടിച്ച റെസിപ്പീസാണ്. പ്ലസ് എൻ്റെ തന്നെ കുറച്ച് പേഴ്സണൽ പൊടിക്കൈസും ഉണ്ട്. നമ്മുടെ കപ്പയൊക്കെ സെറ്റായി. ഇത് നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കുവാണ്. ഇത് സിമ്പിളല്ലേ, അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ബീഫ് റോസ്റ്റിന് വേണ്ടിയിട്ട് ഫസ്റ്റ് കുറച്ച് പെരിഞ്ജീരകവും കടുകും കറിവേപ്പിലയും കൂടി ഓയിലിട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ ബോയിൽ ചെയ്ത സാധനം അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഒന്ന് പെപ്പർ പൗഡർ ഇട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ആക്കുക. എന്നിട്ട് ഇതേപോലെ തേങ്ങാക്കൊത്ത്, ഗാർലിക്ക്, പിന്നെ നമ്മുടെ കറിവേപ്പിലയും ഇട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യുക. നമ്മുടെ കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയാണ്. തേങ്ങ ചിരകിയത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ കുറച്ച് കറിവേപ്പിലയുടെ കൂടെ ഇങ്ങനെ സോട്ട് ചെയ്തെടുക്കുക. ഇതിൽ അരിഞ്ഞ ജിഞ്ചർ, ഗാർലിക്, സവാള, കൊച്ചുള്ളി ഇതൊക്കെ നമ്മുടെ നേരത്തെ മെൻഷൻ ചെയ്ത പൊടികളുടെ കൂടെ ഇട്ട് ഒന്ന് വരട്ടിയെടുക്കുക. എന്നിട്ട് അതിനുശേഷം ബീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ചൂട് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കപ്പ അതിലേക്ക് ടോപ്പ് ചെയ്ത് കൊടുക്കുക. കപ്പ നല്ലതായിട്ട് വേവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആൻഡ് ദെൻ കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുക. എന്നിട്ട് നല്ലപോലെ ഉടച്ച് ശരിയാക്കുക. എന്നിട്ട് നമ്മുടെ മാറ്റി വെച്ചിരുന്ന കോക്കനട്ട് മിക്സും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ കപ്പ ബിരിയാണി റെഡിയായി. അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്നൊരു സാലഡ് തട്ടിക്കൂട്ടിയെടുത്തു. ഈ സവാള, തക്കാളി, പച്ചമുളക് ആൻഡ് വിനാഗിരി വെച്ചിട്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ പ്ലാറ്റർ. എല്ലാം അടിപൊളിയായിരുന്നു. ബീഫ് റോസ്റ്റ് വാസ് ഇൻസെയിൻ. അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. അഡിയോസ്.